Good morning. So we are saying goodbye to this view. I just can't. പക്ഷേ we have to keep moving. എൻ്റെ അമ്മോ അതൊക്കെ മഞ്ഞാണ്, മഞ്ഞുമലകൾ. ഈശ്വര, so beautiful, so beautiful. All right, so we are on the roll. We are going to Italy today. So like I said, we are off to the next destination. So I'm going to breakfast കഴിക്കണം. So breakfast കഴിക്കാൻ നടന്നു വന്ന രാത്രി നടന്നു വന്ന വഴി. ആക്ച്വലി ഇതാണ് വഴി. എന്താ പോലെ ഹോട്ടൽ. Oh my God. ഇടയ്ക്കിടയ്ക്ക് 2 hours കൂടുമ്പോൾ ബ്രേക്ക് ഉണ്ടെന്ന്. ഇനി ഞങ്ങളിൽ കുറച്ച് സ്വിസ് ഫ്രാങ്ക് ഉണ്ട്. സ്വിസ് ഫ്രാങ്ക് ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേറെ യൂറോപ്പിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് പേരിലുണ്ട്. അത് ചിലവാക്കാനായിട്ട് ഞങ്ങൾ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് ഫോർ വാഷ്റൂം ആൻഡ് സൂപ്പർ മാർക്കറ്റ് യൂസേജ്. സോ ഫ്രീക്കിംഗ് ബ്യൂട്ടിഫുൾ. അപ്പോൾ വി ആർ ഗോയിങ് ടു സം സൂപ്പർ മാർക്കറ്റ് ആൻഡ് വാഷ്റൂം ബ്രേക്ക്. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഞങ്ങളിലുള്ള ഫ്രാങ്ക് ചിലവഴിക്കാൻ നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുന്നു. വാവ്, ഓക്കെ. എന്ത് വാങ്ങും ഫ്രാങ്ക് ചിലവഴിക്കാൻ നോക്കട്ടെ കേട്ടോ. ലെറ്റ് മീ ഡു സം ഷോപ്പിംഗ്. ഓക്കെ, യെസ്. അപ്പം ഞങ്ങൾ ഒരു ലിൻഡ് ചോക്ലേറ്റ് വാങ്ങിച്ചു. വേറെ കുറച്ച് ചോക്ലേറ്റ്സ് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ. പിന്നെ ഇവിടെ പുറത്തിറങ്ങുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. ജാക്കറ്റിൽ ഞാൻ ഇറങ്ങിയെങ്കിൽ പണിയാണ്. ഓക്കെ, സോ വി ആർ ഓൺ ദ മൂവ് അഗൈൻ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തും കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്ന സമയത്ത് ഹാവ് ദീസ് കൂൾ കൺവീനിയൻസ് സ്റ്റോഴ്സ്. അവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വെറൈറ്റി ഓഫ് സാധനങ്ങൾ കുറച്ച് ഈ ടൂറിസ്റ്റ് പ്ലേസസ് എന്നല്ലാണ്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് റെഡ്യൂസ് പ്രൈസിൽ കിട്ടും. സോ ലെറ്റ് us go. ഓക്കെ, സോ ഇതാണ് ഞങ്ങൾ ഇറങ്ങിയ സ്ഥലം. മാജിക്കൽ isn't it? ഓക്കെ. എത്തി. ഇത് ആക്ച്വലി കോമോ എന്നുള്ളൊരു സിറ്റിയാണ്. വി കൻ ആക്ച്വലി സീ കോമോ ലേക്ക് അവിടെ. പൊളി. ഓക്കെ, സോ യാ, ഇറ്റലിയിൽ കോമോ സിറ്റിയിൽ നമ്മൾ ഹോൾട്ട് ഫോർ ലഞ്ച്. ഓക്കെ, ആൻഡ് ഇറ്റലി എത്തിയപ്പോൾ സ്ഥലം തന്നെ മാറി കേട്ടോ. സ്വിറ്റ്സർലൻഡിൽ നിന്ന് സീനിക് സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ എത്തിയപ്പോൾ ഹോൾ ലാൻഡ്സ്കേപ്പ് ഓഫ് ചേഞ്ച് എ ബിറ്റ്. ഗെറ്റ് ടു സീ മോർ ഓഫ് ഇറ്റലി. പിന്നെ കുറേ പിസ്സ പ്ലേസസ് അങ്ങനത്തെ ഒക്കെ കാണാൻ തുടങ്ങി ഇറ്റലി എത്തിയപ്പോൾ. ലെറ്റ്സ് സീ ഹൗ ഇറ്റലി ഗോസ്. ആണ് ലേക്ക് കോമോ. ബോട്ടിംഗ് ഉണ്ട്. നമ്മൾ ബോട്ടിങ്ങൊന്നും ചെയ്യുന്നില്ല. ഇന്നലത്തെ സ്വിറ്റ്സർലാൻഡ് ബോട്ടിങ്ങിൽ തന്നെ നമ്മളൊരു വിധം അടിച്ച് പൊളിച്ചു. ഇറ്റലിയിലെ ലേക്ക് കോമോൻ്റെ സൈഡിൽ കൂടെ എൻ്റെ അമ്മോ ഓരോരുത്തരെ കണ്ടല്ലേ പോകുന്നതാണേ. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ആക്ച്വലി റിനോവേഷൻ സമയം നടക്കുന്നുണ്ട്. കാരണം അത്ര ബ്യൂട്ടിഫുൾ സീനിക് അല്ല ഈ ഭാഗം. പക്ഷേ ഐ ഷോ യു ഇൻ ദ ഫ്രണ്ട്. ഈ ഇവിടുത്തെ ലീവ്സൊക്കെ ഒരു പ്രത്യേക കളറായിട്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഒരു വിൻ്റർ ആവാൻ പോവല്ലേ. സോ
അതിൻ്റെ ഒരു ട്രാൻസിഷനിലാണ് ഇവിടുത്തെ ചെടികളെല്ലാം. കണ്ട ഒരിത്തിരി ലൈറ്റ് ബ്രൗണിഷ് ആയിട്ടാണ് സ്ഥലങ്ങൾ. ഷെയ്ഡ്സ് എടുത്തില്ല, പക്ഷെ അത്ര സണ്ണിയൊന്നുമല്ല. ഇവിടെ എല്ലാവരും ഷെയ്ഡ്സ് ഒക്കെ നമ്മൾ വെക്കുന്നത് കണ്ട. റിനോവേഷൻ സീൻസ് ആണ് ഇവിടെ. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, വൈൻ ആൻഡ് ഫുഡ് കോക്ടെയിൽ ബാർ പോലെ ഒരു സ്ഥലം. ഇതാണ് എല്ലാവരും പുറത്താണ് ഇന്ന് ഫുഡ് കഴിക്കുന്നതും ഒക്കെ. അവിടെ കുറച്ച് ചെറിയ ചെറിയ ഷോപ്സ് കാണുന്നുണ്ട്. എന്തെങ്കിലും വാങ്ങിക്കാൻ നോക്കാം. സ്ട്രീറ്റ് ഷോപ്പിംഗ് ഇറ്റലി. പെട്ടെന്ന് ഭയങ്കര കൂട്ട പണിയടി കണ്ടോ. ഇതാണ് freaking huge that I can't fit into the camera. Oh, I think അച്ഛൻ വ്ളോഗിങ് തുടങ്ങി. ജപ്പനീസ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ചമ്പറം പണിഞ്ഞിരിക്കണം. ജസ്റ്റ് ലൈക്ക് അല്ല സിറ്റിംഗ് സ്റ്റാർട്ടർ. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. ഹായ്. അതിനിടയ്ക്ക് ഇവൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായി, പറഞ്ഞോ. ചെറിയൊരു ചേട്ടൻ ഈ കർമ്മനാണോ? ആണോ? ഫോട്ടോ കാണിച്ചാലോ? ഫോട്ടോ എന്റെ അടുത്ത് പൈസ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തരില്ല. ചേട്ടനാണ് ഫുൾ സെറ്റിൽമെന്റ്. എസ്കേപ്പ് ആയില്ലേ? ഫോട്ടോയും വീഡിയോ എടുത്താ? ഞാൻ പറഞ്ഞു ചേട്ടനെ തിരിച്ചു കൊടുത്തു. എന്റെ ബർത്ത്ഡേ ആണ്. മോതിരൊക്കെ വേണം ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട. ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമുക്ക് സൂപ്പ് ട്രൈ ചെയ്യാം. എല്ലാവരും നല്ല ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. സൂപ്പ് അടിപൊളി സൂപ്പാണ് കേട്ടോ. ഇതെന്താ ഐറ്റം? നൂഡിൽസ് അല്ലേ? ടോഫു ട്രൈ ചെയ്യാം. ഡൽഹിയുടെ ഒരു ബ്രേക്ക് പോയിന്റ്സ് ഇറങ്ങിയപ്പോൾ കണ്ട ഫെറാരിയുടെ ഒരു ഐറ്റംസ്. നമ്മളിപ്പോൾ സെൻറ്റ് ആൻ്റണീസ് പള്ളിയുടെ ആ ഭാഗത്തെത്തി. ലൈക്ക് ഈ സൈഡ് ചൊവ്വാഴ്ച പള്ളി ഇവിടെ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ നിന്നാണ് വന്നത് എന്നാണ് പറയുന്നത്. ഒരു ലത്തീൻ പള്ളി ആക്ച്വലി കൊച്ചി കലൂരുണ്ടെന്ന് പറയുന്നുണ്ട്. അന്ന് ട്യൂസ്ഡേ പള്ളി അല്ലേ? ട്യൂസ്ഡേ ഭയങ്കര തൃശ്ശൂരുണ്ടല്ലേ? ആ ജൂബിലി മിഷൻ്റെ ഓപ്പോസിറ്റ് ആണോ? അയ്യോ പുത്തമ്പള്ളിയോ? പള്ളി വിചാരിച്ചു. കൊച്ചിയിൽ കലൂരുണ്ടാണ്. ഇവിടെ സെൻറ്റ് ആൻ്റണിയുടെ റെലിക്സ് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് പറഞ്ഞത്. നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് പറഞ്ഞ ലത്തീൻ പള്ളി. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം.
ഐറ്റംസ് ആണ് കുറേയൊക്കെ. ഇവിടെ വൻ മണിമുഴക്കം, മണികളൊന്നും കാണില്ല. മൺമണികളല്ലേ, മണിമുഴക്കം. നമ്മുടെ നാട്ടിൽ ഈ മാങ്കുവിളിയും നാമങ്ങളൊക്കെ കേൾക്കണ പോലെ. ചക്രവർത്തി ഭയങ്കര നിർബന്ധം സെന്റ് ആന്റണിയുടെ എന്തെങ്കിലും വാങ്ങണമെന്ന്. €4 ഇവിടെ തൊട്ട് മുന്നല്ലേ പള്ളിയുടെ. €2 ആഗ്രഹവും ബാക്കി. എടാ ഈ കടയിൽ നോക്കിയാലേ, ഈ കടയിൽ നോക്കണ. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ട് കുറച്ച്. ഇത് മതിടാ, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആണെങ്കിൽ അത് വാങ്ങിച്ചോ. അതോ ഇതായാലും കുഴപ്പമില്ല. ഇത് ഞങ്ങളിവിടെ ഈ പള്ളിയുടെ മുന്നിൽ കുറച്ച് നേരം ഇരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും കാണാതെ അപ്പോൾ ആളെ വെയിറ്റ് ചെയ്തിരിക്കുക. ബെന്റിൽ കാണിച്ചത് അല്ലേ, ചെന്ന് മാറോ. പള്ളിയുടെ പാർക്കിംഗ് ആണോ അവിടെ? നമ്മൾ ഹോട്ടലിലേക്ക് പോകാൻ പോകാം. Grazie. And finally Grazie for you, is sir. actually Spanish name. കഴിക്കാല്ലേ? For you, sir. Oh, thank you, sir. അയ്യോ കൊള്ളാല്ലേ സാധനം. അതെ അതെ അതെ, എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, അവിടെ വന്നിട്ടില്ല. Maybe you are without your phone. And I have you, sir. കൈ മാറ്റൂ. കൊള്ളാം.